അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അറേബ്യൻ ഡിഷായിട്ടുള്ള ജരീഷിൻ്റെ റെസിപ്പിയാണ്. ഇത് ജരീഷ് ഹരീസ എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഇത് ഇറച്ചി ഇട്ടിട്ട് ഇറച്ചി ഇല്ലാണ്ട് ചെയ്തെടുക്കാറുണ്ട്. ഞാനിവിടെ ഇറച്ചിയൊന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് ഗോതമ്പിന് 1/2 ഗ്ലാസ് പച്ചരി എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഗ്ലാസ്സിന് അളന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ അളവൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പച്ചരി എടുത്തിട്ടുള്ളത് സ്റ്റിക്കി റൈസാണ്. കുറച്ച് പശയുള്ള ഒരു പച്ചരിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മുടെ സാധാരണ പച്ചരിയല്ല. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, സാധാരണ പച്ചരി കുറച്ച് നീളത്തിലാണല്ലോ. ഇത് കുറച്ചൊരു ഉരുണ്ട ഒരു ഷേപ്പാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗോതമ്പിൻ്റെ പകുതിയാണ് അരി എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കാം. കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവാനായിട്ടൊന്ന് അടച്ചു വെക്കാം. അത് ഓരോ കുക്കറിനനുസരിച്ചായിരിക്കും കേട്ടോ. ഞാൻ വിസിലിൻ്റെ എണ്ണമൊന്നും പറയണില്ല. അപ്പോൾ ഞാനൊരു വിസിൽ വന്നിട്ടൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടുന്നുണ്ട്. നമ്മളിത് കുതിർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കത് പ്രഷറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് തുറന്നിട്ടൊന്ന് തീ കത്തിച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ തന്നെ കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം പുളിപ്പില്ലാത്ത മോര് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിന് മുമ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഗോതമ്പ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടാലും മതി. അധികം പുളിപ്പില്ലാത്ത മോര് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നല്ല പുളിപ്പുള്ള മോരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മോരെടുത്തിട്ട് പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള മോരായതുകൊണ്ട് തന്നെ അധികം പുളിപ്പുണ്ടാവാറില്ല. അപ്പോൾ അത് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 കപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ മോരിനനുസരിച്ചിട്ട് പുളിപ്പിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനി ഒരുപാട് തീ കത്തിച്ചിട്ട് തിളപ്പിച്ചെടുക്കരുത്. ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട് ഒരു പാനിലേക്ക്. അപ്പോൾ ബട്ടറിൽ മാത്രം നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് 1 ഉള്ളിയോ 2 ഉള്ളിയോ ഒക്കെ ഇതിലേക്ക് താളിച്ചിട്ട് ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചിക്കൻ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ മന്തി മസാലയും ടൊമാറ്റോ പേസ്റ്റൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യുക കേട്ടോ ചിക്കൻ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മസാലകളൊന്നും ചേർക്കണില്ല. ഇനി ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ജീരകപ്പൊടി അതുപോലെ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ജീരകവും കുരുമുളകൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടിത് ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജരീഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.